ബിജു സാബുവിൻ്റെ പ്രശ്നം എന്താണ്? ഭർത്താവിന് അറ്റാക്കാണ്, അവിടെ വീട് ചെളിക്കുണ്ടി കിടക്കുകയാണ്. ഒരു നെഞ്ചുവേദന വന്നാൽ കയറി 50 മീറ്റർ മറ്റേ മുകളിൽ ചെന്നിട്ട് വേണം ഒരു വണ്ടി കിട്ടുക. അത് നടക്കത്തില്ല. ഒരു പ്രാവശ്യം കയറിയത് ദൈവത്തിന്, അവൾ പറയുന്നത് ദൈവം കയ്യിലെടുത്തുകൊണ്ട് മാത്രം മലമുകളിൽ ചെന്ന് റോഡിൽ കയറിയതാണെന്ന്. അപ്പോൾ ഇനി സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവളെന്ത് ചെയ്ത്, അവൾ ആ ഉപ്പ് കൊണ്ടുപോയി ആ ചതുപ്പിലിട്ട്, അമ്മേ ഇവിടുന്ന് ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. എന്നൊരു വിശ്വപ്രമാണം ചൊല്ലും. ആ സ്ഥലത്ത് മുഴുവനും ഉപ്പ് തളിച്ചിട്ട് വിശ്വപ്രമാണം ചൊല്ലും, അമ്മേ ജീവിക്കാൻ മാർഗ്ഗം, ഇവിടെ കിടന്ന് ഞങ്ങളെ ഇല്ലായ്മയായി പോവും, ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് പറയും. അപ്പോൾ എത്രയോ വർഷമായി അവരവിടെ ജീവിക്കണത്. ഇപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ എന്ത് പറ്റി? പിറ്റേ ആഴ്ച ആ സാധനം വിറ്റുപോയി. വിറ്റുപോയിട്ട് അവർ സന്തോഷത്തോടെ പറയുന്ന വേറൊരു കാര്യമുണ്ട്. അമ്മ ഞങ്ങൾക്ക് റോഡിൻ്റെ അരികിലൊരു സ്ഥലം തന്നെന്ന് പറയും. അമ്മ ഞങ്ങൾക്ക് റോഡിൻ്റെ അരികിലൊരു സ്ഥലം തന്ന് സമാധാനമായി. ഇനിയിപ്പോൾ കയറി വരേണ്ട സമയം എടുക്കത്തില്ലല്ലോ. പിന്നെ എൻ്റെ ഒരു ബന്ധുവിന് വീടില്ലായിരുന്നു. അപ്പോൾ എനിക്കും വീട് ഇല്ലാതിരിക്കുകയായിരുന്നു. അപ്പോൾ വീടില്ലാത്തതിൻ്റെ വേദന എനിക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ വിറ്റ കാശിനകത്ത് കുറച്ച് അവർക്ക് കൊടുത്ത് അവർക്കും വീട് സ്ഥലവും ആയെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ സന്തോഷത്തോടെയാണ് അവർ പറയണത്. അതാണ് തന്നെ അത് പറയണത്, ഒരു സന്തോഷത്തോടെയാണ്. അവർ വളർന്ന്, ശരിക്കും ഉടമ്പടിയിൽ വളർന്നു. വീടില്ലാത്തതിൻ്റെ വേദന നമുക്കറിയാമല്ലോ. അപ്പം അതുകൊണ്ട് അവർക്ക് വീട് സ്ഥലവും ഇല്ലാഞ്ഞ കാരണം ഇതിൽ നിന്ന് കുറേ കാശ് അവർക്ക് കൊടുത്ത് അവർക്കും വീട് സ്ഥലവുമായി. അമ്മ ഞങ്ങൾക്ക് റോഡ് സൈഡിലൊരു സ്ഥലവും തന്നു. എന്നിട്ട് ഞങ്ങളവിടെ വെള്ളം കുഴിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ 500 അടി കുഴിച്ചിട്ടും വെള്ളം കിട്ടിയില്ല. മലയല്ലേ ഇത്, നമ്മളെ പോലെ തീരദേശത്തെ പോലെ 6 അടിയിൽ വെള്ളമില്ലല്ല. തീരദേശത്ത് ചാവടക്കാൻ പോലും എന്ത് പാടാ, 3 അടി കുഴിക്കുമ്പോൾ തന്നെ വെള്ളം വരും. അപ്പം ഞാൻ ഇരുന്ന പള്ളികളിലൊക്കെ ഭയങ്കര കഷ്ടപ്പെടായിരുന്നു. ഇങ്ങനെ പിണം വെച്ചിട്ട് കോരിപ്പറ്റിക്കും കുഴിയിൽ നിന്ന് വെള്ളം. അപ്പോൾ അതുവരെ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും. ഈ കുഴിയിലെ വെള്ളം മുഴുവനും വർഷകാലത്ത് നമ്മൾ മഴയത്ത് അടക്കാൻ ചെല്ലുമ്പോൾ ബക്കറ്റ് വെച്ച് കോരിപ്പറ്റിക്കും. ചിലപ്പോൾ അരമണിക്കൂറൊക്കെ എടുക്കും. നല്ല വെള്ളമാണ്, എല്ലായിടത്തും വെള്ളമല്ലേ. പക്ഷേ അവിടെ ഹൈ റേഞ്ചിലൊക്കെ ഉണ്ടാകുന്നൊരു കുഴപ്പം വെച്ചാൽ 500 അടി താത്തിയിട്ടും വെള്ളമില്ല, പാറപ്പൊടി തന്നെയാണ് വരുന്നത്. അപ്പോൾ അവർക്ക് പെട്ടെന്നൊരു ചങ്ക് പിടച്ചിൽ വന്ന്, എന്നാലും അവർ വിചാരിച്ചു ഉടമ്പടി ഉപ്പുണ്ടല്ല. അതാണ് വിഷയം. ആ ഹൃദയശുദ്ധത എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, 85,000 രൂപ ചിലവായി ഈ ട്യൂബ് കയറ്റിയപ്പോൾ. കുഴക്കിണറിന് വേണ്ടി ട്യൂബ് 500 അടി താഴെ ഇറക്കിയപ്പോൾ 85,000 രൂപ ചിലവായി. പക്ഷെ പാറപ്പൊടിയാണ് മുകളിൽ വരണത്. അപ്പോൾ അവരിട്ടും പോയി, നടക്കത്തില്ല ചേച്ചി എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ രാത്രി വിളിച്ച് പറഞ്ഞ്, ചേച്ചി ഞങ്ങൾ വന്നിട്ട് ആ പൈപ്പ് ഊരി തരാം. പൈപ്പ് വിട്ടായിരുന്നല്ല, പൈപ്പ് ഊരി നിങ്ങൾ വിറ്റാൽ 85,000 രൂപ ആയിരുന്നു, 40,000 രൂപ പൈപ്പ് വിറ്റാൽ കിട്ടും. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യണേന്ന് അവർ പറയണേ, ഇവിടുത്തെ 85,000 രൂപ ചിലവായില്ലേ. അപ്പോൾ ഞങ്ങൾ രാവിലെ വന്നിട്ട് പൈപ്പ് ഊരി തരാം, പൈപ്പ് ഊരി വിറ്റാൽ നിങ്ങൾക്ക് 40,000 രൂപ കിട്ടും. അപ്പോൾ ഇവരത് കേട്ടതും കേൾക്കാത്തതുകൊണ്ട് അങ്ങനെ ഇരുന്ന് വെച്ചും ഇവർ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി വിശ്വപ്രമാണത്തിലെ കുഴലിലിട്ട് രാവിലെ പൈപ്പ് ഊരാൻ വന്നപ്പോൾ പൈപ്പിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുക. അതാ വിഷയം. അത് പ്രയോഗം എന്ന് പറയുന്നതിന് വിശ്വാസ പ്രയോഗം. വിശ്വാസത്തെ നമ്മൾ പ്രാർത്ഥനയുണ്ട്, വിശ്വാസ പ്രഖ്യാപനമുണ്ട്. അത് മനുഷ്യരുടെ മുമ്പിലാണ്. പിന്നെന്താണ് വിശ്വാസ പ്രയോഗം? അതുപോലെ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസത്തെ പ്രയോഗിക്കും. അപ്പോഴാണ് ഈ കരിമ്പാറയിൽ വെള്ളം ചീറ്റണത്. ഇതിങ്ങനെ എത്രയോ ആയിരക്കണക്കിന് അനുഭവങ്ങളല്ലേ ഉടമ്പടിയിലുള്ളത്. അപ്പോൾ നിങ്ങളിതൊക്കെ നോക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് എപ്പോഴും ഞാൻ നിങ്ങളെക്കുറിച്ച് വല്ലപ്പോഴും വല്ല നല്ല വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും. വല്ല കാലത്തും നിങ്ങളെക്കുറിച്ച് ഞാൻ നല്ല വർത്തമാനം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പറയത്തില്ല. അതിൻ്റെ കാരണം ഈ ഉപ്പിടുമ്പോൾ ഒരു 100 പേര് ഉപ്പിട്ട 2 പേർക്ക് മാത്രമേ വെള്ളം കിട്ടത്തുള്ളൂ. അതെന്താ കാര്യം? ബാക്കി ഉപ്പിടുന്ന കക്ഷികളാരും ഉപ്പിടാൻ വേണ്ടി വളർന്നിട്ടില്ല. അതാണ് പ്രശ്നം.
വെറുതെ ഇവിടുന്ന് ഉപ്പും എടുത്തുകൊണ്ട് പോയി ഇടണമെങ്കിൽ 2 കിലോ ഉപ്പ് കൊണ്ട് ഇട്ടാൽ മതിയില്ല. പക്ഷെ വർക്കൗട്ട് ചെയ്യത്തില്ല, അധികാരമില്ലാത്ത കാരണം വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങൾ അവിടെ എവിടെയൊക്കെ ഉടമ്പടി തേൻ തേച്ച് തേൻ കുടിച്ചെന്നൊക്കെ പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. ആ വ്യക്തി അതിനുള്ള യോഗ്യത ഉണ്ടാകണം. അതിന് ദൈവ സ്വഭാവത്തിലേക്ക് ആ വ്യക്തി വളരണം. ആ ദൈവ സ്വഭാവത്തിലേക്ക് വളരുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പം നമുക്കറിയാമല്ലോ 2 പത്രോസ് 1:4 ദൈവ സ്വഭാവത്തിലേക്ക് വളരാൻ. അത് തന്നെയല്ലേ അവസാനിക്കണത്. എന്താണ്? കൊളോസ്യസ് 3:10 സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കുവൻ. അപ്പം നമുക്ക് നവീകരിക്കപ്പെടുന്നെങ്കിൽ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് നവീകരിക്കപ്പെടാൻ പറ്റത്തുള്ളൂ. സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യൻ ആരാ? ക്രിസ്തുവാണോ? എനിക്ക് തോന്നണില്ല. ഇപ്പം കൊളോസ്യസ് 3:10 പറയുന്ന സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കുവാൻ പറയണില്ലേ? അപ്പം ഈ പുതിയ മനുഷ്യൻ ആരാ? സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായ എന്ന് പറഞ്ഞാൽ ആരാണ്? ക്രിസ്തുവാണോ? അപ്പം ക്രിസ്തുവാണെങ്കിൽ പിന്നെ പഴയ മനുഷ്യനെ എൻ്റെ ചെയ്തികളോട് ദൂരെ എറിയാൻ വേണ്ടി ക്രിസ്തു പഴയ മനുഷ്യനല്ലല്ലോ. അപ്പം ക്രിസ്തുവിന് നമ്മൾ അതിൻ്റെ അകത്ത് കൊണ്ടുവരരുത്. ക്രിസ്തുവിൻ്റെ പ്രതിച്ഛായ തന്നെയാണ്. പക്ഷേ വെൻ വി കണക്റ്റഡ് വിത്ത് ഹ്യൂമൻ ക്രീച്ചേഴ്സ്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായ ആരാണ്? സൃഷ്ടിയായ അമ്മ തന്നെയാണ്. പൗലോസ് അറിഞ്ഞെങ്കിലും അറിയാതെ പറയുന്നൊരു കാര്യം എന്താണ്? നിങ്ങൾ അമ്മയെപ്പോലെ ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് Behold the handmaid of the Lord, be it done to me according to thy word. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ ഇങ്ങനെ നിറവേറട്ടെ. അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് മാതാവിൻ്റെ അധ്യാത്മത്തിലേക്ക് വളരുന്ന വ്യക്തി കർത്താവിൻ്റെ പ്രതിച്ഛായക്ക് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യന് അധികാരമുള്ളവനാണ്. ഈ അധികാരമുള്ളവനാണ് വിശ്വാസം പ്രയോഗിക്കുമ്പോൾ പെട്ടെന്ന് മറുപടി വരണത്. അധികാരം പ്രാപിക്കാൻ നോക്കുക. ഉപ്പും അതുപോലെ തന്നെയുള്ള നേർച്ച വസ്തുക്കളൊക്കെ ഉടമ്പടി തൈലൊക്കെ ഉപയോഗിക്കണ മുമ്പ് കർത്താവിൻ്റെ വചനത്തിൽ വിശുദ്ധീകരിച്ചുകൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് ഉയരുന്ന അധികാരമുള്ള മനുഷ്യനെ പോലെ വളരുക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സുവിശേഷം 22:32. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 22:32. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം. ഈ ലെവലാണ് അധികാരത്തിന്റെ ലെവൽ എന്ന് പറയുന്നത്. നീ ദൈവത്തിലേക്ക് തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യണം? നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം. അതാണ് ആ ചേച്ചി ചെയ്തത്. ചേർത്തല ചേച്ചി മകളെ, അമ്മമാർക്ക് രണ്ടുപേർക്ക് വേണ്ടെങ്കിലും നിന്റെ പ്രസവം ഞാനെടുക്കും, പക്ഷെ കർത്താവിന് വേണ്ടി നമുക്ക് കുഞ്ഞിനെ വളർത്തും. അതാണ് ശക്തിപ്പെടുത്താൻ. കണ്ടല്ലേ? നീ എഴുന്നേറ്റ് നിന്ന് നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തുകയും. അപ്പോൾ കർത്താവ് നമുക്ക് നൽകിയ ഒരു സംഭവമാണ്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ പേര് രാജമ്മ. ഞാൻ നൂറിനാട് ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്നു. ഇതെനിക്ക് ഒരു രോഗസൗഖ്യമാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. എനിക്ക് തൈറോയ്ഡ് ഉണ്ടായിരുന്നു. അതെനിക്ക് നോർമലായി ഞാൻ സാക്ഷ്യം പറഞ്ഞതായിരുന്നു. എനിക്ക് ഡിസ്കിന് തേയ്മാനമായിരുന്നു. അത് എനിക്ക് കുറവായതായിരുന്നു. പിന്നെ എനിക്ക് പെട്ടെന്ന് എൻ്റെ തൊണ്ടയ്ക്കൊരു ദശ കിളിച്ചു. ഒരു വലിയൊരു മുഴ മാതിരി അത് എനിക്ക് തൊണ്ടയ്ക്ക് അനുഭവപ്പെട്ടു. അതിനെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ദശ എൻ്റെ തൊണ്ടയ്ക്കിരിക്കുന്നത്. ആശുപത്രിക്ക് പോയാൽ ഡോക്ടറെ കണ്ടാൽ അത് കട്ട് ചെയ്ത് വയോസിക്ക് അയക്കാനും അത് വലിയ ഒരു
രോഗമായിട്ട് വരുമെന്ന് എനിക്ക് ഭയമുണ്ടായി. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ എങ്ങും ഞാൻ പോയില്ല. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ ഒരു ഹോസ്പിറ്റലിലും പോകത്തില്ല. എൻ്റെ അമ്മ മാതാവിൻ്റെ ഈ ഉടമ്പടി നേർച്ച വസ്തുവിലൂടെ മാത്രമേ എനിക്ക് സൗഖ്യപ്പെടുത്തി തരണം, എൻ്റെ യേശു നാമത്തിൽ സൗഖ്യപ്പെടുത്തി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ നേർച്ച വസ്തു കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് ഡിസ്കിന് തേയ്മാനമുള്ളത്, അതും എനിക്കൊരു വലിയൊരു വേദന അനുഭവപ്പെട്ട് ഞാൻ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കാണാൻ എനിക്ക് ടോക്കൺ കിട്ടി. അച്ഛനെ കണ്ട് അച്ഛൻ എൻ്റെ കൈ കുരിശ് തന്ന് എൻ്റെ നടുവിന് കുരിശ് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത് ശിരസിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ യേശുവപ്പനെ എൻ്റെ കൈ തന്നപ്പോൾ എൻ്റെ യേശുവപ്പൻ എന്നെ തൊട്ടതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ അച്ഛന് യേശുവപ്പൻ്റെ കൈയായിട്ട് ഞാനത് ആ സമയത്ത് എനിക്ക് അനുഭവപ്പെട്ട് എൻ്റെ രോഗം, എൻ്റെ നടുവിൻ്റെ വേദന ആ നിമിഷം എനിക്ക് സൗഖ്യം കിട്ടിയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. യേശുവപ്പനെ എൻ്റെ കയ്യിൽ തന്നപ്പോൾ എൻ്റെ കയ്യിലിരുന്ന് യേശുവപ്പൻ്റെ ജീവൻ എന്നിൽ തുടിച്ച് എനിക്ക് എൻ്റെ ശരീരം ഒരു കോരിത്തരിപ്പുണ്ടായി. അങ്ങനെ എനിക്ക് ഞാൻ അന്ന് വീട്ടിൽ ചെന്ന് പ്രഭാത പ്രാർത്ഥനയിൽ ഞാൻ ഉപ്പും തൈലവും തേനും കൂടെ എൻ്റെ കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് ഞാൻ എന്നും അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ക്ലാസ്സിൽ വെള്ളവും കൊണ്ടരിക്കി വെക്കും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് പ്രഭാത പ്രാർത്ഥനയിൽ ഞാൻ ഇത് ഇങ്ങനെ തൊണ്ടയ്ക്ക് ഇത്ര ഒരു കുഴച്ച് ഞാൻ എൻ്റെ തൊണ്ടയ്ക്കോട്ട് വെച്ചു. തൊണ്ടയ്ക്ക് വെച്ചപ്പം എൻ്റെ തൊണ്ടയ്ക്കൂന്ന് അത് എൻ്റെ വായിലോട്ട് ഒരു പല്ലടന്നു വരുന്ന രീതിയിൽ അത് അടന്നു വന്നു. അത് എൻ്റെ മൊബൈലുണ്ട്, അതിപ്പോൾ ഇവിടെ കാണിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഫോട്ടോ എടുത്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ദശ എൻ്റെ തൊണ്ടയ്ക്കൂന്ന് നടത്തി തന്ന് എനിക്ക് പിന്നെ ഇന്നേ വരെ എൻ്റെ വായിക്കകത്തോ തൊണ്ടയ്ക്കൂന്ന് ആ ഒരു ബുദ്ധിമുട്ടുകൾ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതോടെ എൻ്റെ നടുവിൻ്റെ വേദനയ്ക്കും എനിക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ അമ്മ മാതാവ് ഈശോയിലൂടെ മരിയൻ ഉടമ്പടിയിലൂടെ ഒരു ഡോക്ടറെ കാണാതെ ഒരു ഗുളിക കഴിക്കാതെ ഒരു കാര്യവും വരാതെ കൊണ്ട് എനിക്ക് ആ രോഗം സൗഖ്യപ്പെടുത്തി തന്നതിന് എൻ്റെ യേശുവപ്പായ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. രണ്ടാമത്തെ എൻ്റെ അനുഗ്രഹം, എനിക്ക് 5 വർഷമായിട്ട് ഇച്ചിരി പൈസ കിട്ടാനുള്ളത് തടസ്സപ്പെട്ട് കിടക്കുമായിരുന്നു. അവരെന്നോട് കോട്ടയത്ത് അതിൻ്റെ ഓഫീസ് അവിടെ പോകാൻ പറഞ്ഞ് 5 വർഷം കഴിഞ്ഞ് തിരികെ കിട്ടത്തുള്ളെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ നേർച്ച വസ്തു ബാങ്കിൽ കൊണ്ടുവന്നു. ഞാൻ അവരുടെ കമ്പ്യൂട്ടറിൻ്റെ അടുക്കെ ശകലം ഉപ്പിട്ട് കമ്പ്യൂട്ടർ ഇച്ചിരി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മമാതാവേ എന്നെ എങ്ങും വിടല്ലേ, എനിക്കെങ്ങും പോകാൻ വയ്യ, എനിക്ക് അറിയത്തില്ല. എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ അമ്മ മാതാവ് ഈ സമയം ഈ സ്പോട്ടിൽ എന്നെ ആ അക്കൗണ്ടിൽ പൈസ ആക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊച്ചെൻ്റെ കയ്യിൽ നിന്ന് ചേച്ചി അവിടെ ഒരു 5 മിനിറ്റ് ഇരിക്കും, ബുക്കിങ് തന്നെ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. ബുക്ക് കൊണ്ടുപോയി നോക്കിയിട്ട് വന്നപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി മുറുക്ക പിടിച്ച് കാശ് രൂപയെ മുറുക്ക പിടിച്ചുകൊണ്ടിരുന്നു. അപ്പം എനിക്ക് കാശ് രൂപത്തിൽ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ അരികിലുണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണിച്ച് തരണേന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കാശ് രൂപം ഒരു ജീവനായിട്ട് എൻ്റെ കയ്യിലിരുന്ന് തുടിച്ച്. അപ്പം എനിക്ക് ഉറപ്പായി എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ അക്കൗണ്ടിൽ ഇപ്പം തന്നെ ഈ പൈസ എത്തിച്ച് തരുമെന്ന്. ബുക്ക് കൊണ്ട് തന്നിട്ട് ആ കൊച്ചെന്നോട് പറയുക, ആൻറ്റി എന്തൊരു അത്ഭുതം, ചേച്ചിയുടെ അക്കൗണ്ടിൽ ആ പൈസ എത്തിയിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ അമ്മ എന്നെ എങ്ങും വിട്ടില്ലല്ലോ, എൻ്റെ അമ്മ ഈ സ്പോട്ടിൽ തന്നെ എൻ്റെ അക്കൗണ്ടിൽ ആ പൈസ എത്തിത്തന്ന് 25-ാം തീയതിക്ക് മുമ്പ് എത്തിച്ച് തരണമെന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നായിരുന്നു. ആ 25-ന് മുമ്പ് എൻ്റെ അമ്മ അതെൻ്റെ അക്കൗണ്ടിൽ എത്തിച്ച് തന്ന് അതിലൊരു വീതം ഞാൻ എൻ്റെ അമ്മയ്ക്കൂടെ കൊടുക്കുവാന്ന് ഞാൻ നേർന്നതാണ്, ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ അതിനെൻ്റെ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി എൻ്റെ ഈശോപ്പായ്ക്കും. പിന്നെ എൻ്റെ 3-ാമത്തെ നിയോഗം എന്ന് പറയുന്നത്, എനിക്കൊരു വണ്ടി അപകടം ഉണ്ടായിരുന്നു. ഒരു സഹോദരൻ എന്നെ മിണ്ടാതിരിക്കുമായിരുന്നു. എൻ്റെ മകൻ്റെ കല്യാണം 2025 1-ലായിരുന്നു. അപ്പോൾ അന്ന് കൊറോണ ആയതുകൊണ്ട് എല്ലാവരെയും ക്ഷണിക്കാൻ പറ്റിയില്ല. ആകെ ഞങ്ങൾ 50 പേരെയായിരുന്നു ക്ഷണിച്ചത്. എൻ്റെ മോൻ ദുബായിലായിരുന്നു, അവിടെ വന്നു ക്വാറൻറ്റി കഴിഞ്ഞിട്ട് 10 ദിവസം കൊണ്ടായിരുന്നു കല്യാണം. എൻ്റെ സഹോദരൻ അങ്കമാലിയിലായിരുന്നു. അപ്പോൾ അവിടെ പോയി വിളിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളെല്ലാവർക്കും ഡ്രസ്സ് എടുത്തായിരുന്നു. ആ ഡ്രസ്സ് എൻ്റെ ഭവനത്തിൽ ഇരിക്കുക. എൻ്റെ ആങ്ങളെ അവിടെ ചെന്ന് കല്യാണം വിളിക്കാത്തതുകൊണ്ട് എൻ്റെ ആങ്ങളെ കല്യാണത്തിന് പങ്കെടുത്തില്ല. അതെനിക്ക് വലിയൊരു സങ്കടമായിരുന്നു.
അവർ വന്നതുമില്ല. ആ ഡ്രസ്സ് എൻ്റെ അലമാരിയിൽ 5 വർഷം കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ ഡിസംബർ 25-ന് മുമ്പായിട്ട് എൻ്റെ യേശോപ്പൻ്റെ ഒരു ബർത്ത്ഡേ കിറ്റായിട്ട് എനിക്കൊരു അനുഗ്രഹം തരണേന്ന് ഞാൻ ഡേറ്റ് ഇട്ട് എഴുതി വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഡിസംബർ 25-ാം തീയതി എൻ്റെ അലമാരിയിൽ നിന്ന് ആ ഡ്രസ്സ് എടുത്തും കൊണ്ട് ഞാൻ എൻ്റെ സഹോദരനെ കാണാൻ പോയി. അപ്പം ഞാൻ രാവിലെ വിളിച്ച്, അങ്കമാലിയിലാണോ ശൂരനാട്ട് വന്നിട്ടുണ്ടോ എന്നറിയാം. എൻ്റെ വീട് ശൂരനാടാ. അപ്പം എൻ്റെ സഹോദരൻ ഫോൺ എടുത്ത് എന്നെ അറിയാതെ ആയിരുന്നു സംസാരിക്കുന്നത്. ആരാന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്ന് ഓർമ്മിച്ച് നോക്കേ, എവിടെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് എൻ്റെ സഹോദരനോട് ഞാൻ ചോദിച്ചു. കാരണം 5 വർഷമായി ഞങ്ങൾ മിണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം എൻ്റെ ആങ്ങളയ്ക്ക് എൻ്റെ സ്വരം മനസ്സിലായി. ആഹാ, നീ ആയിരുന്നോന്ന്. അപ്പം ഞാൻ ചോദിച്ചു, അണ്ണൻ അവിടെ ഉണ്ടോ? അപ്പം പറഞ്ഞു, ആ ഉണ്ട്, ഞാൻ ഇന്നലെ രാത്രി വന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ 25-ാം തീയതി എൻ്റെ യേശോപ്പൻ്റെ ഒരു കിറ്റായിട്ട് തന്ന് എൻ്റെ സഹോദരന് ഞാൻ ആ ഡ്രസ്സ് കൊണ്ട് കൊടുക്കാൻ എന്നെ എൻ്റെ അമ്മ മാതാവ് ഈശോയും കൂടെ ഒരു കിറ്റ് തന്ന് എന്നെ അനുഗ്രഹിച്ചതിന് ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ അലമാരിയിൽ നിന്ന് അത് എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. എൻ്റെ ആങ്ങളയായിട്ട് ഞാൻ സഹകരിച്ചപ്പോഴാണ്. പിന്നെ എൻ്റെ 4ാമത്തെ ഒരു സാക്ഷ്യം, എനിക്കൊരു ഭയങ്കര അപകടമുണ്ടായി, വണ്ടി ആക്സിഡൻറ്റ്. ഞാൻ ഈ പഞ്ചായത്തോട്ടിന് ഞാൻ വോട്ട് ചെയ്യാൻ സ്കൂളിലായിരുന്നു. അവിടെ ചെന്നപ്പോൾ 2 വീലറിലായിരുന്നു പോയത്. 2 വീലർ ഒരു പൊരി പോലും ഓടിക്കരുതെന്ന് എന്നോട് എല്ലാ ഡോക്ടർമാരും പറഞ്ഞു. പക്ഷേ ഈ ഉടമ്പടിയുടെ ബലത്തിലാണ് ഞാൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്ന് വോട്ട് ചെയ്തേച്ച് വന്ന് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഞാൻ പാർക്ക് ചെയ്തെടുത്ത് വെച്ചിരുന്നത്. അവിടുന്ന് വണ്ടി എടുത്ത് ഞാൻ ഷാർട്ടാക്കി. വണ്ടി ഷാർട്ടാക്കുമ്പം ഷാർട്ടാവുന്നില്ല. അപ്പം ഞാൻ പിന്നെ ഇത്തിരി നേരം കൂടെ അവിടെയൊക്കെ നിന്ന് അതൊന്ന് നോക്കി. എന്നിട്ടും എനിക്ക് പക്ഷെ ഉടമ്പടി തൈലം ഇരുന്ന് എൻ്റെ കയ്യിലിരുന്ന് അതൊന്ന് പെരട്ടാൻ എനിക്കൊരു സമയം കിട്ടിയില്ല. ഞാൻ വണ്ടി എടുത്തു. വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് ബ്രേക്ക് കിട്ടുന്നില്ല, എൻ്റെ കൈ നിൽക്കുന്നില്ല. അപ്പം ഗേറ്റിൻ്റെ ഒരു ഭാഗം കുറ്റിയിട്ടിരിക്കുന്ന, ഒരു ഭാഗം ഓപ്പണായിരുന്നു. അപ്പം ഞാൻ വണ്ടി എൻ്റെ കൈ നിയന്ത്രണം കിട്ടാതെ മെയിൻ റോഡിലോട്ട് ഇറങ്ങാനങ്ങ് വണ്ടി പോവുക. അപ്പം എൻ്റെ പെട്ടെന്ന് എനിക്കൊരു സ്വരം വരിക, എൻ്റെ അമ്മേന്ന് ഞാൻ ഒന്ന് നിലവിളിച്ച് കാശിരുവത്തെ മുറുക്ക പിടിച്ചുകൊണ്ട്, എൻ്റെ അമ്മ മാതാവേ ഒന്ന് ഓടി വരണേ സഞ്ചാരി മാതാവേന്ന്. എൻ്റെ അമ്മ മാതാവ് ആ സ്പോട്ടിൽ ഓടി വന്ന് എന്നോട് പറയുക, നീ വലത്തോട്ട് തിരിക്ക്, ആ ഗേറ്റെ കൊണ്ടുവന്ന് ഇടിക്കൂ. ഞാൻ എങ്ങനെയോന്ന് എനിക്കറിയത്തില്ല, ഞാൻ ആ ഗേറ്റെ കൊണ്ടുവന്ന് വണ്ടി ഇടിച്ചു. എനിക്കൊരു പോറൽ പോലും വരാതെ എൻ്റെ ഹെൽമെറ്റ് തലയിലുണ്ട്, ഞാൻ വണ്ടിയിലിരിപ്പുണ്ട്. പക്ഷേ അമട്ട് പൊട്ടുന്നോണം ഒരു സൗണ്ട് കേട്ട് ജനങ്ങൾ, റോഡിൽ നിന്നവരും സ്കൂളിൽ നിന്നവരും വോട്ട് ചെയ്യാൻ വന്നവരും സകലമാന പേരും പോലീസുകാരും ഉൾപ്പെടെ എൻ്റെ അരികിൽ വന്നു. അപ്പം ഞാൻ വണ്ടിയെ തന്നെ ഇരിപ്പുണ്ട്. എൻ്റെ അമ്മ മാതാവാണ് അവിടെ വന്ന് എന്നെ രക്ഷിച്ചതെന്ന് ഞാൻ 100-150% ഞാൻ ഉറച്ചു വിശ്വസിച്ചും കൊണ്ടും എന്നെ ആ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു തന്ന എൻ്റെ അമ്മ മാതാവിന്, എൻ്റെ യേശോപ്പായ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നെ എനിക്ക് സഞ്ചാരി മാതാവ് സുഗന്ധാഭിഷേകം തരുമായിരുന്നു. ഇന്ന് ഞാൻ ഈ ആൾത്താരെ വന്ന ആ ഫ്രണ്ടിൽ വന്നപ്പോൾ അവിടെ എങ്ങും മുല്ലപ്പൂവില്ല. എനിക്ക് ഭയങ്കര മുല്ലപ്പൂ, എന്നെ അങ്ങ് പൊതിയും ആ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കൊണ്ട്. അപ്പോഴേ എൻ്റെ അമ്മ പറഞ്ഞ് എനിക്ക് പൊതി, എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ എവിടെ പോയാലും. ഇതെൻ്റെ അമ്മയുടെ ജീവനുള്ള കാശുരൂപമാണ്. നിങ്ങളാരും ഈ കാശുരൂപം എവിടെയും മാറ്റി വെക്കരുത്. അച്ഛൻ പറയുന്ന സത്യമാണ്, നിങ്ങൾ കാശുരൂപം ഒളിച്ചു വെക്കരുത്. നിങ്ങളുടെ ശരീരത്തിൽ നമ്മൾ എവിടെ എന്തിനു പോയാലും മുറുക്ക പിടിച്ചും കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു. അമ്മയെ മുറുക്ക പിടിച്ചാൽ അമ്മ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സംരക്ഷിക്കും. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഈ കാശുരൂപത്തെ മുറുക്ക പിടിച്ചാൽ അമ്മ നമ്മളെ രക്ഷിക്കും, കൂടെയുണ്ട്. ജീവനാണ് ഇത് അമ്മയുടെ. അമ്മ ജീവനോടെ ഈ നിൽക്കുന്ന അമ്മയുടെ ജീവനാണ് ഈ കാശുരൂപം. ഇതെല്ലാവരും അവരവരെ കൈകളിൽ എവിടെ പോയാലും എടുത്തും കൊണ്ട് ഇറങ്ങി സുരക്ഷിതമായി ചേർത്ത് പിടിക്കുക. അമ്മ നമ്മുടെ കൂടെ ഉണ്ട്.
നമ്മളെ കൈവിടത്തില്ല. അങ്ങനെ അമ്മയുടെ സുഗന്ധം എനിക്ക് കിട്ടി. അമ്മയുടെ കാശിരൂപ എൻ്റെ കയ്യിലിരുന്ന് തുടിച്ച് മഴവില്ല് കാണിച്ചു തരും. എൻ്റെ മെഴുകുതിരിയിൽ അമ്മയുടെ തിരുഹൃദയം എനിക്ക് കാണിച്ചു തന്നു. എൻ്റെ ഫോണിലുണ്ട്, ഇപ്പം കാണിക്കാൻ പറ്റുന്നില്ല. ഞാനത് ദാണ്ട ഈ ബോട്ടിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മയുടെ തിരുഹൃദയമാണ് ഈ ബോട്ടിലുള്ളത്. ഞാനത് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അമ്മയുടെ ഗ്രേ കളറില്ല എനിക്ക് മെഴുകുതിരിയിൽ അമ്മയും കുഞ്ഞും ഈശോപ്പായും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. അത് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മഴവില്ല് കാണിച്ചു തന്ന് കാശിരൂപം ഇതേ രീതിയിലാണ് നമ്മുടെ കാശിരൂപം എനിക്ക് മെഴുകുതിരി കാണിച്ചു തന്ന്. പിന്നെ എനിക്ക് അങ്ങനെ പല യേശപ്പൻ കുരിശിൽ എങ്ങനെ ഈ തൂങ്ങി നിൽക്കുന്നേ അതേ രീതിയിൽ എൻ്റെ തിരിക്കകത്ത് എനിക്ക് കാണിച്ചു തന്നു. എൻ്റെ മൊബൈലിൽ ഇതെല്ലാം എൻ്റെ മൊബൈലിലുണ്ട്. ഞാനിവിടെ കൊണ്ടുവന്ന് സിസ്റ്ററിനെ കാണിച്ചതാണ്. അമ്മയുടെ എല്ലാ രൂപങ്ങളും എനിക്ക് കാണിച്ചു തരും. ഒരൊറ്റ ദിവസം പോലും ഇല്ലാതെ എനിക്ക് റോസാപ്പൂ കാണിച്ചു തരും. ജപമാല എനിക്ക് എൻ്റെ തിരിക്കകത്ത് കാണിച്ച് വളഞ്ഞിങ്ങനെ ഓരോ മുത്തായിട്ട് വളഞ്ഞിരിക്കുന്നത് എനിക്ക് ജപമാലയെ കാണിച്ചു തന്ന്. എൻ്റെ ഈ ജപമാലയും കാശിരൂപം കൂടെ നഷ്ടപ്പെട്ടു പോയതായിരുന്നു. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഞാൻ ഓടി ഇഞ്ഞ് പോകുന്ന ട്രെയിന് കയറി എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു. രാത്രി വന്ന് എനിക്ക് സ്വപ്നത്തിൽ വന്ന് പറയും, നിനക്ക് ഞാൻ തരാൻ ജപമാല കാശിരൂപം. ഞാൻ ഇവിടെ വന്നിരുന്ന് വലിയ വയലിൽ നിലവിളിച്ചു കൂടി ഇരുന്ന് കരഞ്ഞു, അമ്മേ ഞാൻ കാശിരൂപം കൊണ്ടേ ഞാൻ പോകത്തുള്ളെന്ന്. അങ്ങനെ എനിക്ക് കാശിരൂപവും ജപമാലയും ഈ അൾത്താരയിൽ നിന്ന് ഞാൻ അതും കൊണ്ടാണ് ഇവിടുന്ന് പോയത്. ആ ജപമാലയും കാശിരൂപമാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ നിലനിർത്തുന്നത്. ഞാൻ സ്വർണത്തിൻ്റെ കൊളുത്ത് പണിഞ്ഞ് കീ ചെയിനാക്കിയിട്ടേക്കുവാണ്. 3 മാസം ഇരിക്കലേ ഞാൻ മാല മാറും. അപ്പം ഞാൻ ആ കാശിരൂപം എടുത്ത് അതിലിടും. അങ്ങനെ ഞാൻ ഭദ്രമായിട്ടാണ് ഇപ്പം എൻ്റെ കാശിരൂപവും ജപമാലയും കൂടെ കൊണ്ടു നടക്കുന്നത്. അങ്ങനെ കുഞ്ഞാടിനെ ഞാൻ സ്വപ്നം കണ്ട് എന്നെ കാണിച്ച് യേശപ്പൻ ആടിനെ തീറ്റിക്കൊണ്ട് വരുന്നു. അപ്പം അതിനകത്തൊരു ഒരു നല്ല സ്വർണ്ണ പുള്ളിയുള്ള ഒരു കുഞ്ഞാട്, അതിനെ അങ്ങ് എല്ലാവരും കാണാൻ ഓടി വരുക. അപ്പം ഞാൻ ഓടിച്ചെന്ന് അതിനെ കാണുവാണെന്ന് ഞാൻ സ്വപ്നം കണ്ട്. യേശുപ്പന കുരിശിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു, എൻ്റെ അച്ഛനായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ ഓടിച്ചെന്ന് യേശുപ്പനെ ചെന്ന് താലോടുക, പോട്ടെ പോട്ടെ സാരമില്ല എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ എനിക്ക് ഞാൻ യേശുപ്പനെ സ്വപ്നം കണ്ട്. പിന്നെ ഞാൻ ഡിസംബർ 7-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം എൻ്റെ അമ്മ മാതാവിനെ എനിക്ക് കിട്ടി. എന്തെങ്കിലും എനിക്കൊരു അമ്മയെ വഹിച്ചുകൊണ്ട് വരാൻ കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അന്ന് തന്നെ എൻ്റെ അമ്മ മാതാവിനെ കിട്ടിയത്. എൻ്റെ തോളേ കൂടെ അമ്മ താലോടിപ്പോയി മേളിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണ്. പിന്നെ അഖണ്ഡ ജപമാലയുടെ റാലിയിൽ ഞങ്ങൾ പങ്കെടുത്ത് എല്ലാവരും ഗ്രൂപ്പോട് ഇവിടെ വന്നിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ്. അഖണ്ഡ ജപമാല ഗ്രൂപ്പുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും പല 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 അനുഗ്രഹങ്ങൾ എല്ലാം അമ്മ എനിക്ക് തന്നെ ഇത്രത്തോളം എന്നെ നിലനിർത്തി തരുന്ന എൻ്റെ അമ്മ മാതാവിൻ്റെ ഒരൊറ്റ അനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്ക് പൂർണ്ണ ബോധ്യമാണ്. എല്ലാവരോടും ഞാൻ പറയും, നിങ്ങൾ ഉടമ്പടി എടുത്തവർ അമ്മ അനുഗ്രഹം തന്നില്ലെന്നും പറഞ്ഞ് നിങ്ങളും ഉഴപ്പരുത്. അമ്മ തരും. നമുക്ക് ഇച്ചിരി താമസം, അമ്മയ്ക്ക് സമയമാകുമ്പോൾ അമ്മ നമുക്ക് തരും, ഉറപ്പാണ്. നിങ്ങൾ ഉടമ്പടി വിട്ടുകളയരുതെന്ന് ഞാൻ എല്ലാ മക്കളോടും പറയുന്നുണ്ട്. ഒരുപാട് പേരെ ഞാനിവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ച് അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും തരുന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനകൂടി പ്രേക്ഷപ്രവർത്തന. ഞാനൊരു ജോലിക്കൊന്നും പോകുന്നില്ല, എങ്കിലും എൻ്റെ അമ്മ മാതാവ് എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് എത്തിച്ച് തരുന്നുണ്ട്. UK ഒരു മകൾ എനിക്ക് എല്ലാ മാസവും 2-3 മാസം ഇരിക്കലും എനിക്ക് 10,000 രൂപ ഇട്ട് തരും. ചേച്ചി നാട്ടിൽ കാരുണ്യ പ്രവർത്തനം ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ 3 അനാഥ മന്ദിരത്തിൽ ഞാൻ പോയി. ഈ പ്രാവശ്യം ക്രിസ്തുമസിന് എൻ്റെ യേശുപ്പന് വേണ്ടി ഞാൻ കേക്കുകൾ മാർബിൾ കേക്ക് മേടിച്ച് പാസ്പോർട്ട് കവറിനകത്തിലാക്കി ഞാൻ എല്ലാ അനാഥ മന്ദിരത്തിലും 100 പേരുള്ളിടത്ത് 30 പേരുള്ളിടത്ത് 55 പേരുള്ളിടത്ത് മൊത്തം പേർക്ക് ഞാൻ കേക്ക് കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ അതുപോലെ ഓണത്തിന് 100 പേരുള്ളിടത്ത് ഞങ്ങൾ ഡ്രസ്സ് കൊണ്ട് കൊടുത്തു. അവരെ എല്ലാം ഓണക്കോടി ഉടുപ്പിച്ച്. പിന്നെ എല്ലാ മാസവും ഞങ്ങൾ അവർക്ക് 4 മണിക്കത്തെ
പലഹാരമായിട്ടും സോപ്പ് പൊടിയും സോപ്പ് പൗഡർ എന്ന് വേണ്ട ഇവിടുന്ന് ജപമാല മേടിച്ചു കൊണ്ട് കൊടുക്കും, കാശിരൂപം മേടിച്ചു കൊണ്ട് കൊടുക്കും, ഉപ്പ് മേടിച്ചു കൊണ്ട് കൊടുക്കും. എല്ലാം ചെയ്ത് ഞങ്ങൾ അവരെ വേണ്ട രീതിയിൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കുന്നു. പിന്നെ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോയി ഒരു വൃദ്ധസദനത്തിൽ അമ്മമാരെ മൊത്തം ഞങ്ങൾ കുളിപ്പിച്ച് ആ ഒരു ദിവസത്തെ അവരുടെ ആ ഇട്ടിരുന്ന തുണി ഒഴിച്ച് ബാക്കി ഉള്ള തുണി മൊത്തം ഞങ്ങൾ കഴുകി വൃത്തിയാക്കി ഞങ്ങൾ വിരിച്ചു കൊടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണവും കഴിച്ച് 8 മണിക്ക് ഞങ്ങൾ വൃദ്ധസദനത്തിൽ ചെന്ന് പിന്നെ പഠനലോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിൽ അങ്ങനെ ഞങ്ങൾ അത്രയെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ ഈ ഞങ്ങളെ സഹായിച്ച അമ്മയ്ക്ക് കോടാനകോടി നന്ദി. പിന്നെ ഞാൻ പത്രം കൊടുക്കുന്നത് എല്ലാ ആഴ്ചയിലും ഞാൻ ഇവിടെ വരും. എന്തെങ്കിലും ഒരു എൻ്റെ അത്യാവശ്യം ഉണ്ടെങ്കിലേ ഉള്ളൂ ഞാൻ വരാത്തത്. ഇപ്പം എൻ്റെ മോൻ ഈ 25-ാം തീയതി ഒരു വിദേശ ജോലി കിട്ടി എൻ്റെ മോൻ പോയി. അതും ഞാൻ പ്രാർത്ഥിച്ച് 4 വർഷം കൊണ്ട് ജോലിയില്ലാതിരുന്നതാണ്. എൻ്റെ മക്കൾക്ക് രണ്ടിനും വിദേശ ജോലി വന്നു. യൂറോപ്യൻ സ്ഥലത്താണ് എൻ്റെ മോനെ, ഗ്രീസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ മോൻ ഈ 25-ാം തീയതി കയറിപ്പോയിരിക്കുവാണ് 5 മക്കളൂടെ. ഞാൻ ഓടി ഇവിടെ വന്ന് പത്രം എടുത്ത് കാശിരൂപം മേടിച്ച് ഉപ്പും മേടിച്ച് ഉടമ്പടി തൈലോ എൻ്റെ മോന് ഇവിടുത്തെ പുച്ഛിച്ച് പറയുന്നതായിരുന്നു. അമ്മയൊന്ന് പോയ അമ്മയുടെ ഒരു കൃപാസനമെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ ആ മകനെ ഞാൻ നേരെ കൊണ്ടുവന്ന് എൻ്റെ അമ്മ മാതാവ് നേരെ കൊണ്ടുവന്ന് ഞാൻ കായംകുളത്ത് എൻ്റെ മകനോ എല്ലാവരും കൂടെ കായംകുളത്ത് വന്നപ്പോഴത്തെ ഞാൻ ഇവിടുന്ന് ഓടി കായംകുളത്ത് ചെന്ന് ഞാൻ ഈ നേർച്ച വസ്തു ഞാൻ പത്രവും സാധനങ്ങളും കൊണ്ടുവച്ച് എൻ്റെ മോൻ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പത്രം എടുത്ത് അവൻ്റെ ബാഗിൽ ഭദ്രമാക്കി വെച്ച് ഒരു പത്രം ഇങ്ങ് താന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ഞാൻ ഉടമ്പടി തൈലം 5 മക്കൾക്കും കാശുരവും കൊടുത്തു വിട്ടു. അങ്ങനെ ആ ഗ്രീസ് സ്ഥലത്ത് വരെ എൻ്റെ അമ്മയുടെ പത്രം എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞ്. ഞാൻ ആലുവായി വരെ ട്രെയിന് കയറി ഞാൻ പത്രം കൊണ്ട് കൊടുത്തു. 5 ജില്ലകളിൽ ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട്. എറണാകുളം ജില്ല, കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല, ആലപ്പുഴ ജില്ല, കൊല്ലം ജില്ല, ഇത്രയും ജില്ലകളിൽ ഞാൻ പത്രം കോടതികളിലും സ്കൂളുകളിലും ബസ് സ്റ്റോപ്പിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഞാൻ പത്രം കൊടുക്കും. ഞാൻ ബീച്ച് ഏരിയയിലിരുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒരു പൊതി ചോറ് ഞാൻ മോട്ടലിൽ നിന്ന് എനിക്ക് കൊണ്ടു തന്ന് കഴിച്ച വ്യക്തിയാണ്. ഇന്ന് ഞാൻ ഒരു 20 പൊതിയെങ്കിലും എൻ്റെ ഭവനത്തിൽ വെച്ച് ഞാൻ ഗവൺമെൻറ് അടൂർ ആശുപത്രിയിലും പിന്നെ വഴിയോരങ്ങളിലും കൊണ്ടു കൊടുക്കും. ഇപ്രാവശ്യം ഞാൻ ക്രിസ്തുമസിനും കേക്ക് ഞാൻ വഴിയോരങ്ങളിൽ ഇരുന്നവർക്കെല്ലാം കൊണ്ട് കൊടുത്ത്, ലോട്ടറി വെക്കുന്നവർക്ക്, പിച്ച അയക്കുന്നവർക്ക്, ഓട്ടോറിക്ഷക്കാർക്ക്. എന്താ ചേച്ചി ഇങ്ങനെ കേക്കും കൊണ്ട് വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഇത് ഇന്നത്തെ യേശുപ്പൻ്റെ ഒരു കിറ്റായിട്ട് നിങ്ങൾക്ക് ഞാനൊരു ക്രിസ്തുമസ് കേക്ക് തരുവാന്ന് ഞാൻ പറഞ്ഞ് അവർക്ക് കൊടുക്കും. അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് എൻ്റെ അമ്മ മാതാവ് തരുന്നു. പത്രങ്ങൾ ഞാൻ എല്ലാ കോടതികളും കൊണ്ട് കൊടുക്കുന്നത്, കോടതി കൊണ്ട് കൊടുക്കും. മാവേലിക്കര കോടതി ഞാൻ ഒരു ദിവസം വൈകുന്നേരം വരെ ഞാൻ അവിടെ നിൽക്കും. ഇറങ്ങി വരുന്നവരെ കൊടുത്തിട്ട് ഞാൻ പറയും, നിങ്ങൾ ഈ പത്രം വെച്ച് പ്രാർത്ഥിര്, നിങ്ങൾക്ക് കേസ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധിക്കും. ന്യായമുള്ളിടത്ത് നിങ്ങൾക്ക് ന്യായം കിട്ടും. നീതി കിട്ടേണ്ടവർക്ക് നീതി അമ്മ മേടിച്ച് കൊടുത്തിരിക്കും, ഉറപ്പാണ്. അങ്ങനെ ഞാൻ പത്രം അടൂർ ആശുപത്രിയിൽ, അടൂർ കോടതിയിലും മാവേലിക്കര കോടതിയിലും ഞാൻ പത്രം കൊണ്ട് കൊടുക്കും. അടൂർ കോടതി ഞാനൊരു പത്രം കൊണ്ട് കൊടുത്തു. ഒരു മോള് നിന്ന് കരയുമായിരുന്നു. ആ പയ്യൻ്റെ കൂടെ ഇറങ്ങി വന്നതാ. അപ്പം അതിൻ്റെ ഭർത്താവിനെ ഇറക്കിക്കൊണ്ട് വരാൻ ആരും ജാമ്യം നിൽക്കാനില്ല. അപ്പം അത് അവിടെ നിന്ന് കരയും. ഞാൻ ചോദിച്ചു, എന്താ മക്കളെ കരയുന്നത്? ചേച്ചി, എൻ്റെ ഭർത്താവ് പിന്നെ കൊട്ടാരക്കര ജയിലിൽ കിടക്കും, 34 ദിവസമായി, ആരും ജാമ്യം നിൽക്കാനില്ല, ഒന്ന് ഇറക്കിക്കൊണ്ട് തരാൻ ആരുമില്ല. ഞാൻ പറഞ്ഞു, ഞാനൊരു കൃപാസന അമ്മയെ തരാം, നിങ്ങൾ മക്കൾ ഈ പത്രം വെച്ച് പ്രാർത്ഥിക്കരുത്. അമ്മയുടെ ഒരു കാശുരൂപം ഞാൻ തരാം, അമ്മയുടെ ജീവൻ അതിലുണ്ട്, അത് വെച്ച് മക്കൾ പ്രാർത്ഥിക്കരുത്. തിരി മേടിച്ച് വെച്ച് നിൻ്റെ കൂടെ അമ്മ വന്ന് നിൻ്റെ ഭർത്താവിനെ ഇറക്കി തരും, ആരും വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. ആ മക്കൾ ആ മെയ് 1-ാം തീയതി അവധിയായിട്ട് 24-ലാണ്. അപ്പോൾ ആ മകള് ബസ് കയറി കൊട്ടാരക്കരയിൽ ചെന്ന് ആ മകള് ബസ്സിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് നടന്നു പോയപ്പം ആ മകളുടെ മുന്നേ ഒരമ്മയും കുഞ്ഞും നടന്നു പോവുക.
എൻ്റെ അമ്മ മാതാവ് ഈശോപ്പായിയുടെ നടന്നു ചെന്ന് അവിടെ കോടതി ചെന്ന് അവിടെ ചെന്ന് നിന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം ആ കൊച്ചിനെ വിളിച്ച് സതീശൻ്റെ വൈഫാണോ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞ് ഒരു 5 മിനിറ്റിനകം സതീശനെ ഇറക്കിക്കൊണ്ട് വന്ന് ആ കൊച്ചിനോട് പറഞ്ഞു, എന്നാ ഇതിലൊരു ഒപ്പിടെന്ന് പറഞ്ഞു. ഒരു സാക്ഷ്യക്കാരെ അവിടെ അമ്മ കൊണ്ട് ചെന്നില്ല. അമ്മ ചെന്ന് ആ പേപ്പറിൽ ഒപ്പിട്ട് ആ മകൾക്ക് ആ മകളുടെ കൂടെ അതിൻ്റെ പങ്കാളിയെ ഇറക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു, മക്കൾ പ്രാർത്ഥിച്ചുകൊണ്ട് പോകും, എൻ്റെ കൂടെ എൻ്റെ പങ്കാളിയെ ഇറക്കിക്കൊണ്ട് വരാൻ അമ്മ സഹായിക്കണേന്ന്. അതുപോലെ അമ്മ സഹായിച്ചു കൊടുത്തു. ആ മകളുടെ കൂടെ പങ്കാളിയെ ഇറക്കി വിട്ട് അടൂര് കോടതി വന്ന് ഇന്നും കൊണ്ട് എന്നെ വിളിച്ച്, ചേച്ചി ഒന്ന് ഓടി വന്നേ ഇവിടെ വരെ, അവിടെ ചെല്ലി ഞാൻ പത്രം കൊടുത്ത്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ മക്കളെ? എൻ്റെ ചേട്ടായി ഇറക്കി വിട്ട് എൻ്റെ കൂടെ വന്ന് ചേച്ചി പറഞ്ഞതുപോലെ അമ്മ വന്ന് ഇറക്കി തന്ന് ചേച്ചിക്ക് ചേട്ടായി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ എളുപ്പം നിപ്പിലൊരു ചുരിദാറും എടുത്തിട്ടും കൊണ്ട് എൻ്റെ വണ്ടി എടുത്തും കൊണ്ട് ഞാൻ ഓടിപ്പോയി. അവിടെ ചെന്നപ്പോൾ എന്നെ കാത്തു നിൽക്കുന്നു. ഞാൻ വണ്ടി ഓട്ടോറിക്ഷ പിടിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടാക്കി. അവർക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കാൻ ഞാൻ കാശും കൊടുത്ത്. ആ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല, ജയിലിൽ കിടന്ന മകൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല, അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു നിവൃത്തിയില്ല. എൻ്റെ ദൈവം തമ്പുരാൻ തരുന്ന ദാനമാണ് ഇന്ന് ഞാൻ ദാനം കൊടുക്കുന്നത്. എൻ്റെ അക്കൗണ്ട് കാലിയാക്കാൻ എൻ്റെ അമ്മ അനുവദിക്കത്തില്ല. കാരണം 100 വന്നാൽ 200 കൊടുക്കാൻ ഞാൻ സന്നദ്ധരാണ്. പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെയാണ് ഞാൻ ജോലി ചെയ്തില്ലെങ്കിലും എനിക്ക് കൊടുക്കാൻ എൻ്റെ അമ്മ തരുന്നത്. എൻ്റെ അമ്മ മാതാവ് ഇതുപോലെ വലിയ വലിയ അനുഗ്രഹങ്ങളാണ് എൻ്റെ പത്രം കൊടുക്കുന്നതിലൂടെയും എൻ്റെ പ്രേക്ഷകപ്രവർത്തനത്തിലും എല്ലാം എനിക്ക് തന്ന് എന്നെ സഹായിക്കുന്നത്. പിന്നെ വായിക്കുന്നത് ഞങ്ങൾ ഗ്രൂപ്പുണ്ട്, അഖണ്ഡ ജപമാല. കഴിഞ്ഞ വർഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഇവിടെ ഗ്രൂപ്പില്ലാതായിരുന്നു വന്ന്. ഈ വർഷം ഞാൻ അമ്മയോട് ഇരുന്ന് പ്രാർത്ഥിച്ചു, അമ്മേ ഗ്രൂപ്പ് കൂട്ടിത്തരണം, ഞങ്ങൾക്കൊരു 10 പേരെ തരണം, കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനും രോഗികളെ കാണാൻ പോകാനും പ്രേക്ഷക വേലത്തിനും എല്ലാത്തിനും ഞങ്ങൾക്ക് കൂട്ടുകൂടി തരണം. അമ്മ എനിക്ക് ഈ പുതുവർഷത്തിൽ ഞങ്ങൾക്ക് 10 പേരെ തന്ന് ഈ 10 പേരും കൂടെ ഒരുമയോടിരുന്ന് ഞങ്ങൾ കൂട്ടായ്മ കൂടി. ഇന്നലെ മെനങ്ങാന്ന് എൻ്റെ വീട്ടിലായിരുന്നു 1 മാസം കൊണ്ട് ജപമാല ഇരുന്നത്. കൂട്ടായ്മ കൂടി പ്രാർത്ഥിച്ച് ഇന്നലെ ഞാൻ വേറൊരു മകൾക്ക് കൊണ്ട് കൊടുത്തു. ഇനി ആ മകളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കൂട്ടായ്മ കൂട്ടിത്തന്ന് അഖണ്ഡ ജപമാലയിലെല്ലാം ഞങ്ങളെ വർത്തിത്തന്ന് ഞങ്ങൾ ഈ വർഷവും ഇനി ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പിന്നെ എല്ലാവരും ഡ്രസ്സുകൾ എടുത്ത് ഞങ്ങൾ കൂട്ടുമയോടെ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. ഈ വർഷവും ഞങ്ങൾ ആ ജപമാല ഇവിടെ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കാൻ എൻ്റെ അമ്മ അനുഗ്രഹിച്ചു. എൻ്റെ വീട്ടിൽ ഞാൻ 9 പ്രാവശ്യം ചൊല്ലി ജപമാല. അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും തന്ന് എൻ്റെ അമ്മ മാതാവ് എന്നെ ഇത്രത്തോളം എൻ്റെ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം തിരികെ തന്ന് എൻ്റെ രോഗസൗഖ്യം തന്ന് എൻ്റെ അമ്മ മാതാവ് ഈ അൾത്താരയിൽ എന്നെ 2ാമതും സാക്ഷിയാക്കി തന്നതിനും ഞാൻ 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇനി അമ്മയുടെ ഒരു സാക്ഷിയാക്കി എന്നെ ജീവിക്കാൻ അനുവദിക്കണമേ, അമ്മ സഹായിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചും കൊണ്ടും ഞാൻ അമ്മയ്ക്കും എൻ്റെ യേശുവപ്പായ്ക്കും കോടാനകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഇവിടെ നിർത്തുന്നു. നന്ദി, സ്തുതി, മഹത്വം.